നമ്മൾ ഇന്നൊരു ലവ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ് എന്താണ്, ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സ്. ഓക്കെ, ഇതൊരു പുതിയ വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു വ്യക്തിയാണ് ചിലവർക്ക്. ഓക്കെ, ചിലവരില് എനിക്കിത് സെപ്പറേഷൻ കാണുന്നുണ്ട്. ഓക്കെ, സെപ്പറേഷൻ തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. വെച്ചാല് ചിലപ്പം ഇങ്ങോട്ട് വരും, എന്തെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ നന്നില്ലെന്ന് നിങ്ങൾ നല്ലോണം റിലേഷൻഷിപ്പിൽ പോകും, പെട്ടെന്ന് ആർഗ്യുമെന്റ് നടത്തി അവരങ്ങ് പോകും, അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകും. അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ സംസാരിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു വ്യക്തി സോഡിയക് സൈനായ ഏരീസ്, സാജിറ്റേറിയസ്, ലിയോ, സ്കോർപിയോ ആയിട്ടാണ് കാണുന്നത്. ഇതിലേതോ ഒരെണ്ണമായിട്ട് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ചൈനീസ് സൈനായ ഹോസിന്റെ ഒരു ഇയറിൽ വരുന്ന ഒരു വ്യക്തി, ബർത്ത് വരുന്ന, നിങ്ങൾക്ക് ചൈനീസ് സൈൻ അറിയാവുന്നവർക്കായി ചൈനീസ് ഇയർ ഹോസ് എന്ന് പറഞ്ഞ ഒരു ഇയറിൽ ജനിച്ച ഒരു വ്യക്തിയുമായിരിക്കാം. ഓക്കെ, സോ പിന്നെ നിങ്ങൾ ഇപ്പം ഈ ഒരു പേഴ്സണായിട്ട് സെപ്പറേഷനിലാണെങ്കിൽ അവർ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തിരിച്ച് നിങ്ങൾ റീയൂണൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരും, എന്താണ് സംഭവിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സെപ്പറേഷനിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേഷനോ ബ്രേക്കപ്പോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു എക്സ് ആയിരുന്ന ചിലവർക്ക് ഒരു എക്സോ ആയിരിക്കാം. ഓക്കെ, എന്തായാലും അവരൊരു ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് ആ സിറ്റുവേഷൻ നടന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ കാര്യം, അവരുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളുമായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിലേതെങ്കിലും രണ്ടായിട്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവർ ബ്രേക്കപ്പ് ആയി പോയ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിട്ട് പോയിരുന്ന ആ സിറ്റുവേഷൻ അവർ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ട്രൂ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല, അങ്ങനെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ വ്യക്തിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണോ അല്ലെങ്കിൽ നിർത്തണോ എന്നൊരു കറക്റ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് ഈ പേഴ്സൺ വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഒരു വ്യക്തമാകും. ചിലവരിൽ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു റീയൂണിയൻ, ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ മുൻപോട്ട് ഒരേ ഡയറക്ഷനിൽ പോകും. നേരത്തെ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പോഴും അല്ലെങ്കിൽ പാസ്റ്റിലും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ അവർ അതിൽ നിന്ന് എന്താ പറയാ, അത് കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ല, അതൊരു അവോയ്ഡിങ് ആയിട്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ചിലവരുടെ ഈ വ്യക്തി, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ചൈനീസ് ഇയർ, സ്നേക്ക് ഇയറിലായിരിക്കും അവരുടെ ബർത്ത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ചീറ്റിങ്ങും ബിട്രോയലും തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ലവർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കുറെ കാണുന്നുണ്ട് ഇതിനകത്തിൽ. ഓക്കെ, ദ ഡെവിൽ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ ഐസ് ആയിരിക്കും. ഓക്കെ, കണ്ണിന്റെ കളറാണ് ഞാൻ പറഞ്ഞത്, ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ ആയിരിക്കും ചിലവരില്. പിന്നെ നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്താലും അവർക്ക് അതൊന്നും മതിയാവില്ല. ഓക്കെ, അവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. ജീവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഇവര്. എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലവരില്ല. ഓക്കെ, നിങ്ങൾ ചിലർ ഒന്നിക്കും, ഇവര് ചിലവർ ഈ ഒന്നിക്കുമ്പോൾ നിങ്ങൾ ഇവരായിട്ട് ഒരു കോഷ്യസ് ആയിരിക്കണം. ഓക്കെ, ബിക്കോസ് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ലസ്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ഇന്റൻഷൻ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടമായിരിക്കാം, പക്ഷെ അവർക്ക് ഫിസിക്കൽ ഒരു റിലേഷൻഷിപ്പ്, അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനായിരിക്കും അവർക്ക് താല്പര്യം. ഓക്കെ, നിങ്ങളുടെ കൂടെ ഒരു ബെഡ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു ലിവിങ് ടുഗെദർ, അങ്ങനത്തെയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫിസിക്കൽ ഇന്റിമസിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്ക് ഈ കമ്മിറ്റ്മെന്റിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ കാണുന്നത് ലസ്റ്റ് ആണ്. ഓക്കെ, ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ കാണുന്നുണ്ട് ഇവർക്കൊരു ഫിസിക്കൽ ഇതായിട്ട്. ഓക്കെ, ഒരു ഇന്റിമസി ആയിട്ടൊരു ഒരു അഡിക്ഷൻ. ഓക്കെ, അതിൻ്റെ ഒരു പ്രേമം എന്ന് ക്ലാരിറ്റി എനിക്ക് തരാൻ പറ്റത്തില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഉറപ്പായിട്ടും പറയാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ്. ഓക്കെ, ചിലവരിൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത്. സോ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അതിനനുസരിച്ച് റെസൊണേറ്റ് ചെയ്ത് പോകാം. പിന്നെ ഇതൊരു ഗേൾ ആയിരിക്കാം, ബോയ് ആയിരിക്കാം,
അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം. പിന്നെ ഒരുപാട് അഡിക്ഷൻ കാണുന്നത് ഇവർ എന്തോത്തിലും അഡിക്റ്റഡ് ആണ്. ഒന്നെങ്കിൽ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു സ്മോക്കിംഗ് അങ്ങനത്തെ കുറെ അഡിക്ഷൻ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് അവരുടെ ഒരു ക്യാരക്ടർ എന്തോ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് പെടും. ഒന്നെങ്കിൽ അവരായിട്ട് തന്നെ വന്ന് നിങ്ങളോട് റിവീൽ ചെയ്യും, അല്ലെങ്കിൽ അവര് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സ്വഭാവം വേറൊരു വ്യക്തി വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ. സി നിങ്ങൾ രണ്ടുപേരും ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണുന്നത് പഴയ ഒരു വ്യക്തി, നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ചിലവർക്ക് ഇതൊരു പുതിയൊരാളായിരിക്കും. ഓക്കെ, അപ്പം എന്തുവാണെങ്കിലും ബി കെയർഫുൾ. ഓക്കെ, ഒരാൾ തിരിച്ചു വരുന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിലും ബി കെയർഫുൾ. അവർക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫിസിക്കലി അപ്പിയറൻസ് എന്ന് വെച്ചാൽ രണ്ടുപേരും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഓക്കെ, നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് രണ്ടുപേരും. നല്ല ഒരു എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം നിങ്ങൾക്കും ഇവർക്കും കുറേ ക്യാരക്ടേഴ്സ് ഓക്കെ ഒരേപോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ തോന്നും ഇവർ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്നെ തന്നെ ഒരു മിറർ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ എന്ന്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ അതേപോലെ സിമിലർ ക്യാരക്ടർ ആയിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ. പിന്നെയും എനിക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, സോ ഇവർ തിരിച്ചു വരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയാണെങ്കിലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണോ വേണ്ടത്. ഓക്കെ, അവർക്ക് കമ്മിറ്റ്മെന്റും താല്പര്യമില്ല, അവർക്ക് ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് മതി, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുന്ന പോലെ ലിവിങ് ടുഗദർ കമ്മിറ്റ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മതി, ഒരു ട്രൂ ഫീൽ ലവ് ഒന്നും വേണ്ട, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്കും ഈ കാത്തിപ്പോവാം. അതല്ലാതെ നിങ്ങൾ സൂക്ഷിക്കുക, അവർക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല. ഓക്കെ, ഇനി അവരുടെ നെക്സ്റ്റ് മൂവ് നമുക്ക് നോക്കാം. അവരെന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്? ഏസ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ദ മജീഷ്യൻ. ഓക്കെ, സോ എനിക്കിവിടെ കാണുന്നത് അവരെന്തോ തെറ്റ് ചെയ്തതിന് ഒരു അപ്പോളജി, ഒരു സോറി പറയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഓക്കെ, ആൻഡ് ചിലവരിൽ അവർ ഓൾറെഡി ഒരു തേർഡ് പാർട്ടിയിൽ സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, വേറൊരു ലവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഇതുപോലൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ എന്നാലും ചിലവർ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനാണ്. സോ ഞാൻ ഇവിടെ കാണുന്നതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളാണ് അതിനെങ്ങനെ അത് ചൂസ് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം, അവർ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, ഇവിടെ സോഡിയക് സൈൻ ലിബ്ര വിർഗു ഒക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ലിബ്ര അല്ലെങ്കിൽ വിർഗു ആയിരിക്കും. ഞാൻ നേരത്തെ കുറച്ച് സോഡിയക് സയൻസും പറഞ്ഞല്ലോ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ. അപ്പം അത് ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം. ഓക്കെ.